നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 747th day. Today 27th sloka of Pradhama Skandam 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 747 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച. വേത്തേധം ദ്രോണപുത്രസ്യ ബ്രഹ്മമസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. ഓം തത്സത്. ശ്രീ ഭഗവാനുവാച. വേത്തേധം ദ്രോണപുത്രസ്യ ഭ്രാമമസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. ഓം തത്സത്. വേത്ത അവതംബരിക്കേണ്ടത് വേത്ത ഇതം ദ്രോണപുത്രസ്യ ഭ്രാമം അസ്ത്രം പ്രദർശിതം നൈവ അസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഇതം ഇത് പ്രാണബാധെ പ്രാണോപദ്രവം പ്രാണൻ നശിക്കുമെന്നുള്ള സ്ഥിതി ഉപസ്ഥിതി സമീപിച്ചപ്പോൾ പ്രദർശിക്കപ്പെട്ടതായ ദ്രോണപുത്രസ്യ ദ്രോണപുത്രൻ്റെ ഭ്രാമം അസ്ത്രം ബ്രഹ്മാസ്ത്രമാണെന്ന് വേത്ത നീ അറിഞ്ഞാലും അസൗ ഇവൻ സംഹാരത്തെ ന വേദ ഏവ അറിയുന്നില്ല. ഇതിനെ സംഹരിക്കാൻ അറിയുകയില്ല. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇത് ദ്രോണാചാര്യപുത്രനായ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രമാകുന്നു. അദ്ദേഹത്തിന് പ്രാണസങ്കടം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇതിനെ പ്രദർശിപ്പിച്ചതാണ്. ഈ അസ്ത്രത്തെ ഉപസംഹരിക്കുവാൻ അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊരസ്ത്രവും പ്രയോഗിച്ചാൽ അത് ഉപസംഹരിക്കണം, ഇല്ലെങ്കിൽ അത് ലോകത്തിന് തന്നെ നാശം വരുത്തും. എന്നാൽ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ മാത്രമേ അറിയുകയുള്ളൂ, അത് ഉപസംഹരിക്കുവാൻ അറിയുകയില്ല. തനിക്ക് പ്രാണനാശം സംഭവിക്കും എന്നുള്ള ഭയം വന്നപ്പോൾ ആ പ്രാണനാശത്തിൻ്റെ വെപ്രാളം കൊണ്ട് ആ അശ്വത്ഥമാവ് ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥമാവ് ഇത് അയച്ചതാണ്, ബ്രഹ്മാസ്ത്രത്തെ അയച്ചതാണ് എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് അർജുനൻ എന്താണ് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഈ തേജസ്സുള്ള വസ്തു, എന്താണിത്, ഏതസ്ത്രമാണ് എന്നൊന്നും അറിയാത്തത് മാതിരി വിഷമിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പറയുകയാണ്, ഇത് ബ്രഹ്മാസ്ത്രമാണ്, ഇത് ഉപസംഹരിക്കുവാൻ ദ്രോണപുത്രൻ അയച്ചതാണ്. അതിനെ ഈ ബ്രഹ്മാസ്ത്രത്തെ ഉപസംഹരിക്കുവാൻ അശ്വത്ഥമാവിന് അറിയില്ല എന്നൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ. പ്രാണ നശിക്കും എന്ന്, പ്രാണന് ഉപദ്രവമുണ്ടാകും, പ്രാണൻ പോകാൻ പോവുകയാണ്, പ്രാണത്തെ അപഹരിക്കുവാൻ പോവുകയാണ് എന്നുള്ള, അർജുനൻ തന്നെ വധിക്കും എന്നുള്ള ആ ഒരു വെപ്രാളം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രാണസങ്കടം വരുമ്പോൾ നമ്മുടെ ബുദ്ധി യഥാർത്ഥമായി പ്രവർത്തിക്കുകയില്ല. അപ്രകാരം അറിഞ്ഞുകൊണ്ട് തന്നെ ബുദ്ധി
തനിക്ക് ഉപസംഹരിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ പ്രാണഭയം അടുത്തപ്പോൾ അർജുനനെ വധിക്കുവാൻ വേണ്ടി അശ്വത്ഥമാവ് ഈ അസ്ത്രം പ്രയോഗിച്ചതാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് പാരായണം ചെയ്തത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശ്രീ ഭഗവാനുവാച വേത്തേധം ദ്രോണപുത്രസ്യ ഭ്രാമം അസ്ത്രം പ്രദർശിതം. വേത്തേദം വേത്ത ഇതം എങ്ങനെയാണ് പദം പിരിക്കേണ്ടത്? നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.